നമസ്കാരം. കണ്ണൂരിൽ കാണാതായ യുവതിയുടെയും യുവാവിൻ്റെയും മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അനിലയും സുദർശന പ്രസാദ് എന്ന ഷിജുവും സുഹൃത്തുക്കളാണ്. ഇരുവരും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. രണ്ടുപേരും വിവാഹിതരാണ്. ഇരുവർക്കും 2 മക്കളുമുണ്ട്. ഇരുവരുടെ ബന്ധം സംബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ബന്ധുക്കളടക്കം നിർബന്ധിച്ചിരുന്നു. തുടർന്ന് അനില ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായെങ്കിലും ഷിജു ബന്ധം തുടരാൻ നിർബന്ധിച്ചതായിട്ടാണ് വിവരം. അനിലയെ കൊലപ്പെടുത്തി ഷിജു ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ സംഭവത്തിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് അനിലയുടെ സഹോദരൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 8:30 മുതലാണ് അനിലയെ കാണാതായത്. എന്നും ജോലിക്ക് പോകുന്ന ബസ്സിലാണ് അനില പോയത്. ഇന്നലെ പോയത് കുറച്ചുകൂടി നല്ല ഡ്രസ്സിലായിരുന്നു. രാവിലെ 11:30 വരെ ഓൺലൈനിലുണ്ടായിരുന്നു. അതിനുശേഷം ഓഫായി. 5:40 തിരികെ വീട്ടിലെത്തേണ്ടിയിരുന്നത്. എന്നാൽ തിരികെ എത്തിയില്ല. അതോടെ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നീടാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നത് വെള്ളോറ എന്ന സ്ഥലത്താണ്. അതിനാൽ ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് സഹോദരൻ ആരോപിച്ചു. മാരകമായ പരിക്കേറ്റ് മുഖം വികൃതമായ നിലയിലാണ് അനിലയുടെ മൃതദേഹം അന്നൂരിലെ വീടിനുള്ളിൽ കണ്ടെത്തിയത്. വായിൽ നിന്നടക്കം ചോരയൊലിച്ച നിലയിൽ വീടിനുള്ളിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മരിച്ച അനില മാതമംഗലത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. വെള്ളിയാഴ്ച അനിലയെ കാണാതായതിനെ തുടർന്ന് ഭർത്താവ് പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭർത്താവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കവെയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അന്നൂരിൽ നിന്ന് 22 കിലോമീറ്ററോളം അകലെയുള്ള ഇരുളിലെ വീട്ടുവളപ്പിലാണ് ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഞായറാഴ്ച രാവിലെ ഇയാളുടെ സഹോദരൻ ടാപ്പിങ്ങിനായി പോയ സമയത്തായിരുന്നു വീട്ടുവളപ്പിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ ഷിജുവിൻ്റെ മൃതദേഹം കണ്ടത്. ഭർത്താവ് പരാതി നൽകിയതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു അനിലയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ വീട് നോക്കാൻ ഏൽപ്പിച്ച ഷിജുവിനെ 22 കിലോമീറ്റർ അകലെ കുറ്റൂർ ഇരുളിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നൂർ കൊരവയിലെ ബെറ്റിയുടെ വീട്ടിലാണ് അനിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബെറ്റിയും കുടുംബവും കഴിഞ്ഞ ദിവസങ്ങളിൽ വിനോദയാത്രയിലായിരുന്നു. ബെറ്റിയുടെ കുടുംബവും ദിവസങ്ങളായി വീട്ടിലുണ്ടായിരുന്നില്ല. ഷിജുവിനെ വീട് നോക്കാനും വളർത്തുനായി പരിചരിക്കാനും ചുമതലപ്പെടുത്തിയാണ് കുടുംബം യാത്ര പോയത്. ഞായറാഴ്ച രാവിലെ ഷിജുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇതോടെ വീട്ടുടമ ബന്ധുവിനെ വിവരം അറിയിച്ചു. ഇവർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അനില എങ്ങനെയാണ് ബെറ്റിയുടെ വീട്ടിലെത്തിയതെന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഇതും പോലീസ് അന്വേഷിക്കുകയാണ്. യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇരുവളും തമ്മിൽ നിരവധി കിലോമീറ്റർ ദൂരമുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പയ്യന്നൂർ പോലീസ് അറിയിച്ചു. അനിലയെ ഷിജു വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം. യുവതിയുടെ കൊലപാതകവും യുവാവിന്റെ ജീവനൊടുക്കലും പയ്യന്നൂരിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ സ്റ്റേഷനിലും യുവാവിന്റെ മരണത്തിലും പരിയാരം സ്റ്റേഷനിലും കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നും സ്ഥലത്തെത്തിയ തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രമോദ് മാധ്യമങ്ങളോട് പറഞ്ഞു.